ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ രുചികരമായ ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. സവാള ഒരെണ്ണം ഇവിടെ വളരെ നൈസായി അരിഞ്ഞെടുത്തത്, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നടുകീറിയത്, കറിവേപ്പില, റവ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് റവയാണ്, അരിച്ചെടുത്ത റവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സവാളയും നമ്മുടെ 2 ക്യാരറ്റ് വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടത് കൊണ്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. കണ്ടില്ലേ, ഇതുപോലെ ക്യാരറ്റും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് മൂടി തുറക്കാം. ഇപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്, നമുക്ക് റവ എടുത്ത അതേ ഗ്ലാസ്സിൽ നമുക്ക് 4 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. മൂടി അടച്ചിട്ട് വേണം നമുക്ക് തിളപ്പിക്കാൻ. തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റവ, നമുക്ക് കുറേശ്ശെയായി നമ്മുടെ റവ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെള്ളം നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് റവ ഇതുപോലെ ഒരു കൈ കൊണ്ട് റവ ചെരിഞ്ഞു കൊടുത്ത് മറ്റേ കൈ കൊണ്ട് തവി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കല്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് വേവാൻ വെക്കണം. നമ്മുടെ ഈ റവ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ വെള്ളമെല്ലാം വറ്റി റവ ഉപ്പുമാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. വളരെ രുചികരമായ ഒരു ഉപ്പുമാവാണിത്. നിങ്ങൾ ഇത് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വളരെ രുചികരമായ ഈ ഉപ്പുമാവ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ.